ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെടാൻ ഇന്നലെ രാത്രിയിൽ പ്രാർത്ഥനാദിനയുടെ പ്രഥമ രാത്രിയിൽ ഒരു വലിയ സമൂഹത്തെ ഇവിടെ കൂട്ടുവരുത്തുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ഏകദേശം 2000 ജാംനഗർ എന്ന പട്ടണത്തിൽ ഒരു പ്രാർത്ഥനാ മുറിയിൽ അല്ലെങ്കിൽ ഒരു പാസനേജിൻ്റെ മുറിയിൽ പ്രാർത്ഥിച്ചിരുന്നപ്പോൾ പ്രാർത്ഥനാദിനയുടെ ഡയറക്ടറും ചെയർമാനുമായിരിക്കുന്ന കർത്താവ് ബഹുമാന്യനായ പാസ്റ്റർ ബെൻസൺ ഡാനിയലിനെ ദൈവികമായ ഒരു വെള്ളപ്പാടുണ്ടാകുവാൻ കർത്താവ് സഹായിച്ചു. അതിൻ്റെ അടുത്തുനിന്ന് ക്രമീകരിക്കപ്പെട്ട ഈ പ്രാർത്ഥനാധ്വനി എന്ന ഈ ചാപ്റ്റർ അല്ലെ ശബ്ദം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപിപ്പിച്ച് അനേകർക്ക് ആശ്വാസവും അനുഗ്രഹമായി തീർക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ദൈവത്തിന് സ്തോത്രം. ഏതൊരു സുവിശേഷ മഹായുഗത്തിൻ്റെയും പരമ ഉദ്ദേശം, പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടിയുള്ള നിത്യരക്ഷ കരസ്ഥമാക്കുവാൻ വിളംബരം ചെയ്യുക. കർത്താവായ യേശു ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവധിയിൽ അകപ്പെടുമെന്ന് പറയുവാനിടയായിട്ടുണ്ട്. അതേ കർത്താവ് പറഞ്ഞ ആ വചന ശബ്ദത്തിൻ്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് മഴയുടേതായ പ്രതികൂലമുണ്ടെങ്കിലും ഭൂതനിലയുള്ള പ്രതികൂലങ്ങളുണ്ടെങ്കിലും പറഞ്ഞ കർത്താവ് ഞങ്ങൾക്ക് ഇന്ന് വരെയും അനുകൂലമായി നിന്നുകൊണ്ട് ആ ദൗത്യം പൂർത്തീകരിപ്പാൻ ദൈവത്തിന് ഇന്ന് രാത്രിയിലും പ്രസാദം തോന്നിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഏതൊരു സുവിശേഷ പ്രസ്ഥാനത്തിൻ്റെയും ഞാൻ ഓർപ്പിച്ച പരമ ഉദ്ദേശം ക്രിസ്തുവിൽ വീണ്ടും ജനനം പ്രാപിക്കുവാൻ പാപികളായിരുന്ന ജനത്തെ കർത്താവിൻ്റെ സന്നിധിയിൽ രക്ഷപ്പെടുത്തി നിത്യതയ്ക്ക് അവകാശിയാക്കി തീർക്കുവാൻ തക്കവണ്ണമുള്ള ഒരു മഹായോഗമാണ് ഈ സുവിശേഷ മഹായോഗം. ഇതിൻ്റെ പ്രാരംഭ രാത്രിയിൽ മഴയുടേതായ പ്രതികൂലങ്ങളുണ്ടായിരുന്നെങ്കിലും ഇത്ര വലിയ സമൂഹത്തെ ദൈവദാസന്മാരെ കർത്താവ് കൂട്ടിവരുത്തുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. മുൻ ദൈവദാസൻ ഓർപ്പിച്ചതുപോലെ ഇതിൻ്റെ പരിസര പ്രദേശങ്ങളിൽ വിവിധ ഡിനോമിനേഷനിൽ പ്രവർത്തിക്കുന്ന ദൈവദാസന്മാർ, അതേ ദൈവമക്കൾ, ഈ പ്രാർത്ഥനാധുനിയിൽ അംഗങ്ങളായിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവർ ഇന്ന് രാത്രി ഇവിടെ വന്നു ചേരുവാൻ ദൈവമായ കർത്താവ് സഹായിച്ചു. ഇന്ന് രാത്രിയിലത്തെ മുഖ്യ പ്രഭാഷകനായി നമ്മുടെ മധ്യയായിരിക്കുന്ന കർത്താവിൽ ബഹുമാനനായ പാസ്റ്റർ അജയ് ആൻ്റണിയോട് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ്റെ വനശുശ്രൂഷയിൽ കൂടി ഭൂതങ്ങൾ വിട്ടോടുന്നത് കാണുവാനിടയായി തീർന്നിട്ടുണ്ട്, രോഗികൾ സൗഖ്യമാകുവാനിടയായി തീർന്നിട്ടുണ്ട്, പിന്മാറ്റക്കാർ മടങ്ങി വരുവാനിടയായി തീർന്നിട്ടുണ്ട്. ഒടുവിലായി അനേകർ കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നത് കാണുവാൻ ഇടയായി നിർത്തുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. എല്ലാ നിലയിലും ഈ പ്രഥമ രാത്രി പ്രാർത്ഥനാധ്വനിയുടെ ആമേൻ സുവിശേഷ മഹായോഗം അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ കർത്താവിൽ ഓർപ്പിച്ച് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മെല്ലാവരും ഒരു നിമിഷം ദൈവത്തിൽ എഴുന്നേറ്റുന്നുണ്ട് തിരുവചനങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള എല്ലാവരും ആ വേദഭാഗം ഒന്ന് തുറന്ന് വായിക്കുവാൻ കർത്താവിൽ ഞാൻ ആമേൻ ഓർപ്പിക്കുന്നു. 1 കൊരിന്ത്യർക്ക് ലേഖനം 1-ാം അധ്യായം, ഓൾ സ്റ്റാൻഡ് അപ്പ്, പ്രൈസ് ദി ലോർഡ്. 1-ാം അധ്യായം അതിൻ്റെ 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ തിരുവചനങ്ങൾ കൊണ്ടുവന്നിട്ട് എല്ലാവരും ആ വേദഭാഗം എടുത്ത് നമുക്കൊരുമിച്ച് ആ വേദഭാഗം വായിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ഫലമേൽപ്പിച്ച് ഇന്ന് രാത്രി ഇത് ഉദ്ഘാടനം ചെയ്ത് പ്രാർത്ഥിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നു. നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. 1 കൊരിന്ത്യർക്ക് ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. ജ്ഞാനികളുടെ ജ്ഞാനം നശിപ്പിക്കുകയും ബുദ്ധിമാന്മാരുടെ ബുദ്ധി ദുർബലമാക്കുകയും ചെയ്യും എന്നെഴുതിയിരിക്കുന്നല്ലോ. ജ്ഞാനി എവിടെ? ശാസ്ത്രി എവിടെ? ഈ ലോകത്തിലെ താർക്കികൻ എവിടെ? ലോകത്തിൻ്റെ ജ്ഞാനം ദൈവം പോഷത്വമാക്കിയില്ലയോ? ദൈവത്തിൻ്റെ ജ്ഞാനത്തെങ്കിൽ ലോകം ജ്ഞാനത്താൽ ദൈവത്തെ അറിയായിക്കൊണ്ട് വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിൻ്റെ പോഷത്വത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർ കിടർച്ചയും ജാതികൾക്ക് പോഷത്വമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനമായ ക്രിസ്തുവിനെ തന്നെ. ദൈവത്തിൻ്റെ പോഷത്വം മനുഷ്യരെക്കാൾ ബലമേറിയതും ദൈവത്തിൻ്റെ ബലഹീനത മനുഷ്യരെക്കാൾ ബലിയേറിയതുമാകുന്നു. നമുക്ക് ഒരുമിച്ച് കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനാധ്വനിയുടെ 25-ാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ പ്രാർത്ഥനാധ്വനിയുടെ സുവിശേഷ മഹായുഗത്തിൻ്റെ
പ്രഥമ രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ പ്രഥമ രാത്രിയിലെ മഹായോഗം ആരംഭം മുതൽ സമാപന സമർപ്പേ പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപയും അനുഗ്രഹങ്ങളും പകരപ്പെടുവാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ ജയമെടുക്കുന്നു.